ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 4 വേക്കൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 വേക്കൻസിയിൽ 3 ബിസിനസ് അനലിസ്റ്റും ഒരെണ്ണം ക്വാളിറ്റി അനലിസ്റ്റുമാണ്. ഈ 4 വേക്കൻസീസും വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. നിങ്ങളിപ്പോൾ കോളേജ് കഴിഞ്ഞ് ജോലി നോക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. കാരണം ഈ 4 കമ്പനീസും ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിന് വേണ്ടിയാണ്. മാത്രമല്ല, ഞാൻ 2023 ഇത് 4 കമ്പനിയിലെ ഒരു കമ്പനിയിലേക്ക് ജോബ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 4th റൗണ്ടിൽ ഞാൻ ഔട്ടായി. സോ നിങ്ങൾ ജെന്യൂനായിട്ടാണ് ജോബ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ആദ്യത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ബിസിനസ് അനലിസ്റ്റ് ആണ്. സോ ന്യൂ ഏജൻസി സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഹയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റിലോട്ട് പോകാം. സോ ഇതാണ് കമ്പനിയുടെ വെബ്സൈറ്റ്. സോ കമ്പനിയുടെ വെബ്സൈറ്റിലെ കരിയർ മെനുവിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ജോബ് പൊസിഷൻ ഈ കമ്പനി ഹയർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിസിനസ് അനലിസ്റ്റ് ആണ്. ഞാൻ ഇതിലോട്ട് ക്ലിക്ക് ചെയ്തു. ഇവരോട് പറയുന്നത് 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും ഈ ഒരു പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ അപ്ലിക്കേഷനിൽ നല്ലൊരു പ്രൊജക്റ്റ് ഷോക്കേസ് ചെയ്യാൻ നോക്കുക. സോ ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വരുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. സോ പിന്നെ വർക്കിംഗ് ടൈമിലോട്ട് വരുമ്പോൾ ഇവിടെ 11 AM to 8 PM ആണ് പറയുന്നത്. അതായത് രാവിലെ 11 മണി ടു രാത്രി 8 മണി വരെ. ഓക്കെ, സോ ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയും ഇതേ ടൈമാണ് ഫോളോ ചെയ്യുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു UK ബേസ്ഡ് കമ്പനിയാണെന്നാണ്. ഓക്കെ, ദെൻ അടുത്തായിട്ട് ഈ കമ്പനിയുടെ ജോബ് റോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇത് നല്ലപോലെ വായിക്കുക. കാരണം ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് ആയിരിക്കണം നമ്മൾ നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ജനറലി ഒരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കോമൺ റെസ്യൂമെ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോ കമ്പനീസിനും അവരുടേതായിട്ടുള്ള സ്കിൽസും അവരുടേതായിട്ടുള്ള ജോബ് റോൾസും അവരുടേതായിട്ടുള്ള ടൂൾസും സ്പെസിഫിക് ആയിട്ടുണ്ട്. സോ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ഒരു കോമൺ ആയിട്ട് റെസ്യൂമെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ ചാൻസസ് കുറവായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നല്ലപോലെ വായിച്ചതിന് ശേഷം ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കുറച്ച് ടഫാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിമ്പിൾ മെത്തേഡ് ചെയ്യുക, ChatGPT യൂസ് ചെയ്യാം. ഓക്കെ, സോ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മുഴുവനായിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ChatGPT വരാം. അതിനുശേഷം നമ്മൾക്ക് ഗീവ് മീ ദ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഫോർ മൈ റെസ്യൂമെ ഫ്രം ദ എബോ പാരഗ്രാഫ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കീവേഡ്സ് നമുക്ക് ChatGPT നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ എങ്കിൽ മാത്രമേ ഈ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ളൊരു ചാൻസസ് കൂടുതലുള്ളൂ. കാരണം അവർ പറയുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് റോളായിരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന്. നമ്മൾ മാച്ചിങ് ചെയ്ത ഒരു കീവേഡ്സ് ആയിട്ടുള്ളൊരു റെസ്യൂമെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദ ഇൻ്റർവ്യൂ കോൾ വിൽ ബി ഹയർ. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ക്വാളിഫിക്കേഷൻ നോക്കാം. ഓക്കെ, സോ ഇവർ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ CS ഓർ IT പ്രിഫേർഡ്. ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അത് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ IT ആണെങ്കിൽ കൂടുതൽ പ്രിഫറബിൾ ആവും. എന്ന് വെച്ച് ഇത് രണ്ടും അല്ലാതെ വേറെ നോർമൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ പ്രിഫറാണ് പറഞ്ഞിരിക്കുന്നത്, മാൻഡേറ്ററി അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കൺഫ്യൂഷൻ വേണ്ട ആവശ്യമില്ല. ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. അത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിരിക്കും. ദെൻ താഴെ പറയുന്ന സ്കിൽസ് വില്ലിംഗ്നെസ് ടു ലേൺ, കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, എക്സലൻസ്, ഇൻ്റർപ്രിറ്റ്, ഇതെല്ലാം നോർമലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാണപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം വില്ലിംഗ്നെസ് ടു ലേൺ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദെൻ ലോജിക്കൽ തിങ്കിങ്, സെൽഫ് മോട്ടിവേറ്റഡ്, ദെൻ സ്ട്രോങ് കസ്റ്റമർ സർവീസ് ഓറിയൻറ്റേഷൻ. സോ ഇവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം കീവേഡ്സും നമ്മൾ നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പിലോട്ട് വരിക. ടോപ്പിലോട്ട് വന്ന് റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ ഫോർ നൗ എന്നുണ്ട്. സോ ഇവിടെ ബിസിനസ് അനലിസ്റ്റ് സെലക്ട് ചെയ്യുക, പേര് ഫില്ല് ചെയ്യുക, ഇമെയിൽ അടിക്കാം. അതിനുശേഷം നമ്മുടെ റെസ്യൂമെ അറ്റാച്ച് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതൊരു മെത്തേഡാണ് അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ഇമെയിലോട്ട് ഡയറക്റ്റായിട്ടൊരു മെയിൽ അയക്കാം. ഓക്കെ, സോ ഇതാണ് ഈ കമ്പനിയുടെ ഇമെയിൽ. സോ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇമെയിലിലേക്ക് ഒരു മെയിൽ അയക്കാനും പറ്റുന്നതാണ്.
ഓക്കെ. സോ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് രണ്ട് ടൈപ്പിലും, അതായത് ഈ മെയിലും അയക്കാം, ഡയറക്റ്റ്ലി വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈയും ചെയ്യുക. കാരണം ഇങ്ങനെ രണ്ടും ചെയ്താൽ മാത്രമേ ഒരു ചാൻസസ് ഉണ്ടാവുള്ളൂ, കൂടുതൽ ചാൻസ് നമുക്ക് കിട്ടും. ഓക്കെ. സോ ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ കിട്ടുന്ന എല്ലാ പോസിബിൾ വേസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, ഇമെയിൽ അയക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ. ഇത് ജോബ് റോൾ ബിസിനസ് അനലിസ്റ്റ് ആണ്. സോ ഇത് ഹയർ ചെയ്യുന്നത് വെബ് ആൻഡ് ക്രാഫ്റ്റ് പറയുന്ന കമ്പനിയാണ്. സോ ഇതാണ് കമ്പനിയുടെ വെബ്സൈറ്റ്. സോ നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ അവരുടെ കരിയർ ഓപ്ഷനിലേക്ക് പോകാം, കരിയർ പേജിലോട്ട് പോകാം. സോ ഇവരും മോർ ദാൻ 1 ജോബ് പൊസിഷനിലോട്ട് ഹയർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ നോക്കുന്നത് ബിസിനസ് അനലിസ്റ്റ് ആണ്. ഓക്കെ. സോ ഇവിടെ ബിസിനസ് അനലിസ്റ്റ് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്തു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2023 ഞാൻ അപ്ലൈ ചെയ്ത കമ്പനിയാണ്. ഞാൻ ആ ടൈമിൽ ഒരു ഫ്രഷറായിട്ടാണ് അപ്ലൈ ചെയ്തത്. എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടി, സെലക്ഷൻ കിട്ടി. പക്ഷേ ഫൈനൽ റൗണ്ടിൽ ഞാൻ ഔട്ടാവുകയായിരുന്നു. സോ നിങ്ങളൊരു ഫ്രഷ് ആണെങ്കിൽ പോലും ഈ ഒരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ. സോ ഇവിടെ നിന്ന് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് വായിച്ചെടുക്കാം. ഇതാണ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ. സോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. ChatGPT യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് ഓണായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ കീവേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. റിക്വയർമെൻറ്റ്സിലോട്ട് വരുമ്പോൾ എനി ഗ്രാജുവേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ഏത് ഗ്രാജുവേറ്റ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പ്രിഫറബിളി ഫ്രം IT ബാക്ക്ഗ്രൗണ്ട്. IT ഉണ്ടെന്ന് വെച്ചാൽ പ്രിഫറബിൾ ആയിരിക്കും. പ്രൊഫിഷ്യൻസി ഇൻ ഡാറ്റ അനലിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ, ഓക്കെ, വെർബൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സോ ഇതെല്ലാം ബേസിക്കായിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്ന കുറച്ച് കീവേഡ്സാണ്. ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് വരും. ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. ഇതാണ് കമ്പനിയുടെ ഇമെയിൽ ID. ഈ ഇമെയിലോട്ട് ഒരു ഇമെയിൽ അയച്ചാലും മതി. ഓക്കെ. നിങ്ങൾ റെസ്യൂമെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ അയക്കാം. ഓക്കെ. സോ തേർഡ് ജോബ് റോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി അനലിസ്റ്റ് ആണ്. സോ ഹയർ ചെയ്യുന്ന കമ്പനി അവൻറ്റസ് ഇൻഫോർമാറ്റിക്സ്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതിന് ക്വാളിഫിക്കേഷനോട്ട് വരുമ്പോൾ strong in experience in managing automation test projects. ഓക്കെ. ദെൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ പ്രൊഫിഷ്യൻറ്റ് ഇൻ ഫ്രണ്ട് എൻഡ്. ഈ ഒരു കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിൽ പോയിട്ട് വായിച്ചതിന് ശേഷം മാത്രം റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇവരെന്നെ പറയുന്നുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഷെയർ യുവർ അപ്ഡേറ്റഡ് റെസ്യൂമെ വിത്ത് ഈ ഒരു ഇമെയിൽ ID. ഈ ഒരു ഇമെയിൽ IDയിലോട്ട് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ. ദെൻ ഫോർത്ത് കമ്പനി ബയോ ഇൻഫർമാറ്റിക്സ് അനലിസ്റ്റ്. ഹയർ ചെയ്യുന്ന കമ്പനി ഫെദർസോഫ്റ്റ്. ഓക്കെ. ഇതാണ് കമ്പനിയുടെ വെബ്സൈറ്റ്. ഇൻഫർമേഷൻ അനലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നു. സോ ഇതാണ് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പേജ്, അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. സോ റെസ്പോൺസിബിലിറ്റി നമുക്ക് വായിച്ച് നോക്കാം. Analyze biological data using computational and statistical method. Okay. Develop and apply AI models to solve complex biological problems. Maintaining and optimizing of existing computational biology. ഓക്കെ. സോ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് മുഴുവനായിട്ട് വായിച്ച് നോക്കുക. വായിച്ചതിന് ശേഷം നമ്മളുടെ സ്കിൽസായിട്ട് മാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. സോ റിക്വയർമെൻറ്റ്സിൽ വരികയാണെന്ന് വെച്ചാൽ ഡിഗ്രി ഇൻ ബയോ ഇൻഫർമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടേഷണൽ ബയോളജി ഓർ ബയോടെക്നോളജി ഓർ റിലേറ്റഡ് ഫീൽഡ്. ഓക്കെ. സോ ഈ ഒരു ഫീൽഡിലൊക്കെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് പ്രിൻസിപ്പിൾ. ദെൻ എക്സ്പീരിയൻസ് വിത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് ആസ് പൈത്തൺ ഓർ R. സോ പൈത്തൺ ഓർ R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. Basic knowledge of AI technologies, okay, such as machine learning, deep learning, etc. Then experience with a project, so AI. Okay. Then strong analytical problem skills. Okay. Then prefer ചെയ്യുന്ന എക്സ്പീരിയൻസ്. സോ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം നമ്മൾ സ്കിൽ സെറ്റിൻ്റെ മാച്ച് ചെയ്യുന്നതാണെങ്കിൽ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക, അപ്ലൈ ചെയ്യാം. ഓക്കെ. സോ ഇവരിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പറയുന്നുണ്ട് വർക്ക് എക്സ്പീരിയൻസ് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് മതി എന്നാണ്. അതായത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും താഴോട്ട് വരിക,
ഇവിടെ ഒരു അപ്ലൈ ബോക്സ് ഉണ്ട്. അപ്ലൈ നവിൽ ക്ലിക്ക് ചെയ്യാം, മാനുവലി സെലക്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ഇവിടെ ആഡ് ചെയ്യാം, നമ്മുടെ റെസ്യൂമെ അറ്റാച്ച് ചെയ്യാം, ഇവിടെ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഇമെയിൽ ഞാനിവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു ഇമെയിലിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കാം. നമ്മൾ കൃത്യമായിട്ട് ജോബ് റോളും നമ്മുടെ സ്കിൽ സെറ്റും മാച്ച് ചെയ്തിട്ട് നമ്മൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ ഔട്ട് ഓഫ് 4 3 or 2 വിൽ ബി ഡെഫിനറ്റ്ലി കോളിംഗ് യു ഫോർ ആൻ ഇൻ്റർവ്യൂ.